ഹായ്, ഞാൻ സുബിൻ വി ആർ, ചാർട്ടേഡ് അക്കൗണ്ടന്റ്. 2020 ജൂൺ മാസം അവസാനിക്കാറായി. നിങ്ങളിൽ പലർക്കും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. എല്ലാവരുടെയും ആകാംക്ഷയാണ് എപ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാം എന്നുള്ളത്. കാരണം നിങ്ങളിൽ പലരും റീഫണ്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ നിങ്ങൾക്ക് എപ്പോൾ ഫയൽ ചെയ്യാനായി സാധിക്കും എന്നുള്ളതാണ്. അതുമാത്രമല്ല, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, അത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള അവസാന തീയതി ജൂലൈ 31 നിന്ന് നവംബർ 30 നീട്ടിവെച്ചിട്ടുണ്ട്. അത് അവസാന തീയതിയുടെ കാര്യം. അറ്റ് ദ ഏർലിയസ്റ്റ് നിങ്ങൾക്ക് എപ്പോൾ ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും എന്ന് നമുക്ക് നോക്കാം. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് നിങ്ങൾ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ടായിരിക്കണം. ഒന്ന്, നിങ്ങളുടെ കയ്യിൽ ഫോം 16 അല്ലെങ്കിൽ ഫോം 16A ട്രേസസിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഫോം 16 അല്ലെങ്കിൽ 16A നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ഫസ്റ്റ് സ്റ്റേജ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ആദ്യത്തെ സ്റ്റേജ് അല്ലെങ്കിൽ ആദ്യത്തെ കാര്യം നിങ്ങളുടെ കയ്യിലുണ്ട്. രണ്ടാമത്തെ കാര്യം എന്നുള്ളത്, ഇൻകം ടാക്സ് റിട്ടേൺ ഇൻകം ടാക്സിന്റെ വെബ്സൈറ്റിൽ, ഇൻകം ടാക്സ് ഇന്ത്യ ഇ ഫയലിംഗ് എന്നുള്ള വെബ്സൈറ്റിൽ ഫോംസ് അവൈലബിൾ ആക്കണം. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഫോമുകൾ അവർ റിലീസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ പ്രസന്റ്ലി ITR 1, ITR 4 2 ഫോമുകൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് ശമ്പള വരുമാനം മാത്രമുള്ള ആളുകളുടെ ITR 1, പിന്നെ പ്രിസംപ്റ്റീവ് റേറ്റിൽ ബിസിനസ്സുകാർ, പ്രൊഫഷണൽസ് പ്രിസംപ്റ്റീവ് റേറ്റിലാണ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ITR 4 അതും അവൈലബിൾ ആണ്. അപ്പോൾ 2 ഫോംസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, ITR 1 ആൻഡ് ITR 4. അപ്പോൾ നിങ്ങൾ ശമ്പള വരുമാനക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേസസിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഫോം 16 നിങ്ങളുടെ കയ്യിലുണ്ട്. ITR 1 അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ശമ്പള വരുമാനം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ ഹൗസ് പ്രോപ്പർട്ടി ലോസ്, ഭവന വായ്പയുടെ ഇൻട്രസ്റ്റ് നിങ്ങൾ ക്ലെയിം ചെയ്യുന്നുണ്ട്, ഇത്തരം കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. മറ്റ് കേസുകളിൽ, അതായത് ഇൻഷുറൻസ് ഏജൻസ്, ബിസിനസ്സുകാർ, പ്രൊഫഷണൽസ്, അങ്ങനെയുള്ള മറ്റ് കേസുകളിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ടുള്ള, അതായത് ക്യാപിറ്റൽ ഗെയിൻ ഉള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഫോം ഇതുവരെ അവൈലബിൾ ആയിട്ടില്ല. അതായത് ITR 2, ITR 3 ഇതൊന്നും ഇൻകം ടാക്സിന്റെ വെബ്സൈറ്റിൽ റിലീസ് ചെയ്തിട്ടില്ല. മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, TDS റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഡേറ്റ് ജൂൺ 30 മുമ്പ് നീട്ടിവെച്ചിരുന്നു. ഇപ്പോൾ അത് ജൂലൈ 31 നീട്ടിവെച്ചിട്ടുണ്ട്. ടാക്സ് ഡിഡക്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഫോം 16, 16A കൊടുക്കാനുള്ള അവസാന തീയതി ആഗസ്റ്റ് 15 വരെ നീട്ടിവെച്ചിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോം 16, 16A ജൂലൈ 31 ശേഷമായിരിക്കും അവൈലബിൾ ആയിരിക്കുക. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് പ്രാക്ടിക്കലി സാധിക്കുക ജൂലൈ 31 ശേഷമായിരിക്കും. മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഫോം 26AS കൊടുത്തിട്ടുള്ള എല്ലാ വരുമാനങ്ങളും നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ എടുത്തിട്ടുണ്ട് എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് മാത്രമല്ല, നിങ്ങളുടെ കയ്യിലുള്ളത് മാനുവൽ ആയിട്ടുള്ള ഫോം 16 അല്ലെങ്കിൽ 16A ആണ് എന്നുണ്ടെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന TDSകൾ ഫോം 26AS റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പാക്കാം. അങ്ങനെ ഒരു മിസ്മാച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഡിഫക്റ്റീവ് റിട്ടേൺ ആവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഫോം 26AS എന്ന് പറയുന്നത് വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. നിങ്ങൾ എപ്പോഴും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഫോം 26AS ആയിട്ട് മാച്ച് ചെയ്ത് നോക്കുക. അത് മാച്ച് ആയതിനു ശേഷം മാത്രം ഫയൽ ചെയ്യുക. മറ്റൊരു കാര്യമുള്ളത്, നിങ്ങൾക്ക് പലിശ വരുമാനം ലഭിക്കുന്നുണ്ടെങ്കിൽ, പലർക്കും ചിലപ്പോൾ ബാങ്കുകളിൽ FD ഉണ്ടായിരിക്കാം. ബാങ്കുകളുടെ FDയുടെ ഇൻട്രസ്റ്റ് ബാങ്ക് ഒരു പക്ഷേ TDS ആയിട്ട് പിടിച്ചിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ ഫോം 15G അല്ലെങ്കിൽ 15H സബ്മിറ്റ് ചെയ്തത് വഴി TDS പിടിച്ചിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ 26AS ഈ ഫിഗർ വന്നിട്ടുണ്ടായിരിക്കാം, നിങ്ങളുടെ ഇൻട്രസ്റ്റ് എത്രയാണ് എന്ന് നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പം അത്തരം സാഹചര്യങ്ങളിൽ 26AS ഇൻട്രസ്റ്റ് ഇൻകം കൂടി നിങ്ങൾ കണക്കിലെടുക്കേണ്ടതുണ്ട്.
അതല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു മിസ്മാച്ച് വരാനായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഫോം 16-ൽ ഈ ഇൻട്രസ്റ്റ് ഇൻകം ഉണ്ടായിരിക്കില്ല. അപ്പോൾ 26 IASലുള്ള ഇൻട്രസ്റ്റ് ഇൻകം കൂടി കണക്കിലെടുത്തിട്ട് വേണം നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട്. എപ്പോഴും ഫോം 26 IAS ആയിട്ട് നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ മാച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, 5 ലക്ഷം രൂപയിൽ താഴെയാണ് നിങ്ങളുടെ വരുമാനമെങ്കിൽ നിങ്ങൾക്ക് ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരില്ല. ഉദാഹരണത്തിന് നിങ്ങളുടെ വാർഷിക വരുമാനം 3.5 ലക്ഷം രൂപയാണെന്നുണ്ടെങ്കിൽ 5000 രൂപയാണ് നിങ്ങൾക്ക് ടാക്സ് ലയബിലിറ്റി ആയിട്ട് വരുന്നത്. അതായത് 2.5 ലക്ഷം കഴിഞ്ഞ് ഉള്ള 1 ലക്ഷത്തിന്മേൽ 5%, 5000 രൂപയാണ് നിങ്ങളുടെ ടാക്സ് ലയബിലിറ്റി വരുന്നത്. പക്ഷെ ആ സെയിം എമൗണ്ട് തന്നെ നിങ്ങൾക്ക് റിബേറ്റ് ആയിട്ട് ലഭിക്കും. അപ്പോൾ ഈ സാഹചര്യത്തിൽ നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നില്ല. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്താൽ മാത്രമേ ഈ റിബേറ്റിന് നിങ്ങൾക്ക് അർഹതയുള്ളൂ. പലരും കരുതി വെച്ചിരിക്കുന്നത് 5 ലക്ഷത്തിന് താഴെയാണെന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട എന്നാണ്. അങ്ങനെയല്ല, 2.5 ലക്ഷം രൂപ നിങ്ങളുടെ വാർഷിക വരുമാനം എക്സീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതുണ്ട്. സീനിയർ സിറ്റിസൺസ് ആണെന്നുണ്ടെങ്കിൽ 3 ലക്ഷം രൂപ നിങ്ങളുടെ വാർഷിക വരുമാനം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യണം. ബേസിക് എക്സംഷൻ ലിമിറ്റ് ഇപ്പോഴും 2.5, അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ 3 ലക്ഷം രൂപ അങ്ങനെ തന്നെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതൊരിക്കലും 5 ലക്ഷത്തിലേക്ക് ഹൈക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ 2.5 ലക്ഷം രൂപ അല്ലെങ്കിൽ 3 ലക്ഷം രൂപ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക, റിബേറ്റ് നിങ്ങൾ ക്ലെയിം ചെയ്യുക, ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതായിട്ടില്ല. കഴിഞ്ഞ 1-2 വർഷങ്ങളായി റീഫണ്ട് ലഭിക്കാനായിട്ട് പലർക്കും കാലതാമസം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ വർഷം മുതൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട്സ് കൊടുക്കാനായിട്ട് സാധിക്കും. അതായത് നിങ്ങൾക്ക് 2-3 ബാങ്ക് അക്കൗണ്ടുകൾ റീഫണ്ടിനായിട്ട് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. മുൻപത് ഒരു അക്കൗണ്ട് മാത്രമേ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് മുൻപ് സാധിച്ചിരുന്നുള്ളൂ. അതുമാത്രമല്ല, നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ റീഫണ്ട് റിട്ടേൺ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു 6-7 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റീഫണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് നിങ്ങൾക്ക് ഇൻകം ടാക്സ് റിട്ടേൺ വളരെ പെട്ടെന്ന് റീഫണ്ട് ലഭിക്കുക എന്നതിനെ കുറിച്ചാണ് നമ്മൾ അടുത്ത വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും കാണുക. ഇത്തരം വീഡിയോസ് കാണാനായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.